ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ത്രീ ബണ്ടിൽസ് ഉണ്ട്. അത് ഒന്ന് ലൈറ്റ് വെയ്റ്റഡ് ആണ്, രണ്ട് ഹെവി വെയ്റ്റഡ് ബണ്ടിൽസ് ആണ് നമുക്ക് അൺബോക്സ് ചെയ്യാനുള്ളത്. ഇനി ഗസ് വാട്ട് എന്തായിരിക്കും ഇൻസൈഡ് എന്നുള്ളത് നിങ്ങൾ ഇതുവരെ കണ്ടോന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഗസ് വാട്ട്? ഗസ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണോ എന്നുള്ളത്. ഓക്കെ, ഇത് നമുക്ക് ആദ്യം കുറച്ച് കണ്ടൻസ്ഡ് മിൽക്സ് ആണുള്ളത്. കണ്ടൻസ്ഡ് മിൽക്സ് നമുക്ക് ഇങ്ങനെ എടുക്കുന്നതിനേക്കാൾ എളുപ്പം ഐ ഗസ് ഇതിലിങ്ങനെ തട്ടാം. ദാറ്റ് വുഡ് ബി. ആർ യു റെഡി? ഇത് കൂട്ടുന്ന നമ്മുടെ നെക്സ്റ്റ് ബണ്ടിലാണ് നമ്മൾ അടുത്ത് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാം എന്താണ് ഇതിന്റെ ഇൻസൈഡ് ഉള്ളതെന്നുള്ളത്. ആരൊക്കെയാണ് കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്തത്, ആരൊക്കെയാണ് റോങ് പറഞ്ഞത്? എനിക്ക് വെയിറ്റ് കൂടുതൽ, സോ നമുക്ക് ആ ബോക്സ് അങ്ങ് ആദ്യം എടുത്ത് വെക്കും. ഇതിങ്ങനെ തട്ടാൻ പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. And let me try. ഓക്കെ, അപ്പോ കവർപ്പിക്ക് ഒരെണ്ണം എടുക്കണം. സമയം ഈ പെട്ടികളിൽ നിന്ന് അഴിക്കണോ അതോ അപ്പോ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്തപ്പോ നമുക്ക് കിട്ടിയ സാധനങ്ങൾ. കഴിഞ്ഞ ദിവസം ഒരു വലിയ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അതല്ല, ഐ തിങ്ക് ഡേ ബിഫോർ യെസ്റ്റർഡേ ആയിരുന്നു നമ്മുടെ ഷോപ്പിംഗ്. ഇപ്പോഴാണ് നമുക്കത് അൺബോക്സ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയത്. ഇതാണ് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്ത സാധനങ്ങൾ. ഇനി ഇത് നമുക്ക് ഓരോരോ ബോക്സസിലായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണം. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ലൈറ്റ് വെയ്റ്റഡ് ബണ്ടിലുള്ളത്. നമുക്ക് അതും കൂടി ഇവിടെ ഇടാം. ഓക്കെ, ഈ ബോക്സസിൽ എന്തോരം ഉൾക്കൊള്ളാൻ പറ്റുമോ അത്രയും സാധനങ്ങൾ നമുക്ക് സ്റ്റാക്ക് ചെയ്യാം. ബാക്കി വേറെ ബോക്സസ് ഒഴിഞ്ഞതിരിപ്പുണ്ടോ എന്നൊക്കെ നോക്കി എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാം. ഓക്കെ, ഗാലക്സി ഡാർക്ക് ചോക്ലേറ്റ്. ഇതിന്റെ ഇടയിലൊക്കെ ഫ്ലിറ്റ് പോയോന്ന് എനിക്ക് അറിയില്ല. ഇനി ഇതിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളാവുന്ന രീതിക്ക് എന്തെങ്കിലും ഉണ്ടോ? ഡാർക്ക് ചോക്ലേറ്റ് എനിക്ക് തോന്നുന്നു തൽക്കാലം കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. ഇതില് ഇനി പറ്റില്ല. ജസ്റ്റ് ക്ലോസ് ചെയ്ത് വെക്കാം. ഇന്റർവ്യൂന് ഡാർക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. എന്തായാലും നമുക്കിത് ക്ലോസ് ചെയ്ത് വെക്കാം. കുറച്ച് ബോക്സസ് നമുക്ക് ഇരിപ്പുണ്ട്, നമുക്കത് അങ്ങനെ കീപ്പ് ചെയ്യാം. ടു ബി ബെറ്റർ. ഓൺലി വൺ ബോക്സ് ഓപ്പൺ ആക്കി കാണിക്കണം. എന്തായാലും അൺബോക്സിംഗ് അല്ലേ. അൺബോക്സ് ടെസ്റ്റ് ഇവിടെ നിന്നാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ഇവിടെ നിന്നല്ലേ? ഓക്കെ, യാ, ഇവിടെ തന്നെയാണ് അൺബോക്സ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് വൺ ബോക്സ് ഓഫ് ബ്രൗണീസ്. സോറി, ഓൺലി ബാസ്. ഇക്കറ്റിന്റെ വേറൊരു സ്റ്റൈൽ ഓഫ് അൺബോക്സിംഗ് ആണ് ഇത്. ഇങ്ങനെ കാണിക്കാം. വേണമെങ്കിൽ ഇത് മതിയാവോ? വേറൊരു സ്റ്റൈലാണ്, ഞാനത് കുളമാക്കി. ഇങ്ങനെയാണ് ഇത് ആക്ച്വലി അൺബോക്സ് ചെയ്യേണ്ടത്. എനിക്ക് ഇച്ചിരി പേഷ്യൻസ് കൂടുതലായതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും. ഇതാണ് ഫ്ലേവർ, ഹേസൽനട്ട് ഡിലൈറ്റ്. ഓക്കെ, ഇത് വിട്ടിരിക്കട്ടെ. മോനെ, ഈ ബൗണ്ടി ബാസ് എല്ലാം നമ്പർ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത് ഓപ്പൺ ചെയ്തിട്ടില്ല. പക്ഷെ കുറച്ച് സ്പേസ് ഒഴിഞ്ഞു കിടക്കും. ഇനി അടുത്തത് നമ്മുടെ സ്നിക്കേഴ്സ്.
സ്നിക്കേഴ്സ്. സ്നിക്കേഴ്സിന്റെ ഓപ്പണിംഗ് ഡിഫറെന്റ് ആണ് കേട്ടോ. ഇവര് പേഷ്യൻസ് ഇല്ലാത്ത ആൾക്കാർക്ക്, വിശന്നാൽ നിങ്ങളല്ലാതാകും, അങ്ങനത്തെ ആൾക്കാർക്ക് ഈസി ആയിട്ട് ഓപ്പൺ ചെയ്ത് ഗ്രാബ് ചെയ്യാനുള്ള രീതിക്ക് അങ്ങനത്തെ ഒരു ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈസി, ജസ്റ്റ് ടിക് ടോക്ക്. ദെൻ ഇവിടെ പക്ഷേ ഒരു ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ഓപ്പണിംഗ് ആണ്. നമ്മൾ നേരത്തെ കണ്ടില്ലേ കിറ്റ്കാറ്റ്. കിറ്റ്കാറ്റ് വിശക്കാത്തവർക്ക് ഇച്ചിരി പേഷ്യൻസ് ഉള്ള ആൾക്കാർക്കുള്ള ചോക്ലേറ്റ്സ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്യണോ? ഇതാണ് ഇതിന് ഇൻസൈഡ് വരുന്നത്. ഇതിങ്ങനെ കയറ്റി വെക്കും. ഓക്കെ, ഇത് എല്ലാം ഓപ്പൺ ആക്കിയാൽ അത്രയും ബോക്സസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണോ എന്നുള്ള ഡൗട്ട്സ് ആണ്. സോ നമുക്കിനി അടുത്ത് നെക്സ്റ്റ് നമ്മൾ ബോക്സിനകത്ത് ആക്കാൻ പോകുന്നത് ആരെയാണ്? നമ്മുടെ ഗാലക്സി കുട്ടന്മാരെ. എല്ലാം എനിക്ക് തോന്നുന്നു 3 ടൈപ്സ് ഓഫ് ഫ്ലേവേഴ്സ് ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. കുക്കി ക്രംബിൾ, ഫ്രൂട്ട് ആൻഡ് നട്ട്, പിന്നെ സ്മൂത്ത് മിക്സ്. സ്മൂത്ത് മിക്സ് തന്നെയല്ലേ, സോറി, സ്മൂത്ത് മിൽക്ക്. ഇങ്ങനെ 3 ഐറ്റം ആണുള്ളത്. 3 നമുക്ക് മിക്സ് ചെയ്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആദ്യം നമുക്ക് കുക്കി ക്രംബിളിനെ അടുക്കാം. സോ നമുക്ക് ഈ കുക്കി ക്രംബിളിന് ആദ്യം നമുക്ക് ഇളക്കി വിട്ടാം. കുക്കി ക്രംബിൾ കഴിഞ്ഞു. സോ ബാലൻസ് ഉള്ള സ്പേസിൽ നമുക്ക് നമ്മുടെ ഫ്രൂട്ട് നട്ട് കുറച്ച് കിട്ടും. ഇതിനിടയ്ക്ക് ആ സ്പേസ് പക്ഷേ വേറെ ഒന്നും ഇതിൽ ഫിറ്റ് ആവില്ലെന്ന് എനിക്ക് തോന്നുന്നു. സോ അവിടെ ഇരിക്കട്ടെ, നമുക്ക് നെക്സ്റ്റ് ബോക്സ് എടുക്കാം. ഓക്കെ, ചെറിയ ബോക്സസ് ആണ് ഇനിയുള്ളത്. ഇതിൽ നമുക്ക് ഈ സ്മൂത്ത് കുക്കി ക്രംബിൾ 1 മോർ സ്മൂത്ത് മിൽക്കിനെ സ്റ്റാർട്ട് ചെയ്യാം. അവിടെ ഒരു കുക്കി ക്രംബിൾ അവർ തരും. കുക്കി ക്രംബിൾ അല്ല, സ്മൂത്ത് മിൽക്ക്. ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. ഇവിടെ വെക്കാനുള്ള ചോക്ലേറ്റും അറിയില്ല. അതിന്റെ സ്മൗണ്ടി ഒക്കെ കയറി ഫിറ്റ് ആകും, പക്ഷെ നമുക്കത് അങ്ങനെ വെച്ചിരിക്കാം. ആ ബോക്സസ് തന്നെ കീപ്പ് ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. നെക്സ്റ്റ് ബോക്സ് ചെറിയ ബോക്സസ് ഉണ്ട്. ഇതിനകത്ത് ഗാലക്സിക്ക് ഇരിക്കാൻ ഒരുപാട് സ്ഥലമാണ്. ഒരുപാട് ഗാലക്സി കുറച്ചിട്ടുള്ളൂ. നമ്മൾ ഒരുപാട് ഇത് കയറും. ഡെയറി മിൽക്കിന്റെ കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ട്, അത് നമുക്ക് ഇതിനകത്ത് ഫിറ്റ് ചെയ്യാം. കൂടെ വേറെയും ചോക്ലേറ്റ്സിൽ വേറെ ബോക്സസിൽ കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു. അവിടെയും നമ്മൾ ഡെയറി മിൽക്ക് കുട്ടന്മാരെ ഫിറ്റ് ചെയ്യിപ്പിക്കാം. ഗാലക്സിക്സിൽ അധിക സ്പേസ് നല്ല വെച്ചാ. ഇതിലും എനിക്ക് തോന്നുന്നു ഒരു 4 ടൈപ്സ് ഉണ്ട്. നമ്മുടെ 4 അല്ലല്ലോ 5, 5 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതലുണ്ടോന്ന് അറിയില്ല. അല്ല 4. സിൽക്ക് ചോക്ലേറ്റ്, ഡെയറി മിൽക്ക് സിൽക്ക്, പിന്നെ ബബ്ലി സിൽക്കിന്റെ ബബ്ലി, ഫ്രോസ്റ്റ് ആൽമണ്ട്, പിന്നെ ഫ്രൂട്ട് ആൻഡ് നട്ട്. ഇങ്ങനെ 4 ടൈപ്സ് ആണ് ഇപ്പൊ എന്നെ കണ്ടിട്ടത്. ഉണ്ടോന്ന് അറിയില്ല. ഒരു ഗ്യാപ്പിൽ നമുക്ക് പ്ലേസ് ചെയ്യാം. ഇനി ഒരു ഗ്യാപ്പ് കൂടി ഉണ്ട്. ഫിൽ ദാറ്റ്. ഡെയറി മിൽക്ക് എല്ലാം ഈ ചെറിയ ഗ്യാപ്പിൽ ഫിൽ ആവുന്നുണ്ട്. അതിനകത്ത് കയറുന്നില്ല, ഹൈറ്റ് കുറവായി ആയതുകൊണ്ടാണ് തോന്നുന്നു. കയറുന്നില്ല, നമുക്ക് വേറെ എടുക്കാതെ. ആ പെട്ടി കൊണ്ട് തരുമോ? ആ പെട്ടി ഞാനിങ്ങനെ പറഞ്ഞ എന്റെ കയ്യിലപ്പോൾ വരും. എന്താ ടെക്നോളജിയിലെ. ഓക്കെ, നമുക്ക് ഇതിനകത്ത് ഏത് നിറയ്ക്കാം? ഈ ഗാലക്സി കയറ്റണോ? കിറ്റ്കാറ്റ്. ഗാലക്സിക്ക് നമ്മൾ ഒരുപാട് സ്ഥലം കൊടുത്തു. നമ്മുടെ കിറ്റ്കാറ്റ് ഡിലൈറ്റ് റിച്ച് അങ്ങനെയൊക്കെ എന്തോ എഴുതിയിട്ടുണ്ട്. റിച്ച് ഫ്ലേവർ, യെസ്, കിറ്റ്കാറ്റ് ഡിലൈറ്റ്സിന്റെ റിച്ച് എന്നുള്ള ഫ്ലേവറാണ്. സോ ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനോട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കിറ്റ്കാറ്റ് കുട്ടന്മാർ എവിടെയാണ് വിളിച്ചിരിക്കുന്നത്? 1 മോർ കിറ്റ്കാറ്റ്. ഇവിടെ ഒരു കിറ്റ്കാറ്റ്, ഇവിടെ ഒരു കണ്ടോ വിളിച്ചപ്പോൾ വരും. നല്ല അനുസരണയുള്ള സാധനങ്ങൾ ഞാൻ വെച്ചിരിക്കും. നോക്കി സെലക്ട് ചെയ്തോളാം. ഓക്കെ, കിറ്റ്കാറ്റ്സ് ഇത്രേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി കുറച്ച് സ്പേസ് ബാക്കിയാണ്. പക്ഷേ ഈ ഗാലക്സിക്ക് ഫിറ്റ് ആവാൻ നല്ല പ്രയാസമുണ്ട്. ഇച്ചിരി മടിയുള്ള ആളാണ് ഗാലക്സി. ചോക്ലേറ്റ്സിന് ഡെയറി മിൽക്ക് എവിടെ വേണമെങ്കിലും ഫിറ്റ് ആയിക്കോളും. ഫ്ലെക്സിബിൾ. ഈ ഗാലക്സി കുട്ടന്മാരെയും മറ്റേ ബോംബിലെ അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊക്കെ ഈ സ്ഥലമൊന്നും പറ്റില്ല. സോ നമുക്ക് ഇതിവിടെ പ്ലേസ് ആക്കാം. കുറച്ചധികം ബോക്സസ് ആയി നമ്മൾ സ്റ്റാർട്ട്. ഓക്കെ, സ്നീക്കേഴ്സ്. ഇനി നമുക്ക് ഏതാണ് എടുക്കാൻ പറ്റുന്നത്? നമ്മുടെ കയ്യിൽ കുറച്ച് സാധനങ്ങൾ ഈ ബോക്സിൽ ഇരിപ്പുണ്ട്. തൽക്കാലത്തേക്ക് നമുക്ക് ഈ ബോക്സിലെ ഇവന്മാരെ ഒഴിവാക്കാം. സോറി ഗായ്സ്, നിങ്ങൾ കേട്ടോട്ടടിക്കും.
ഇതിനകത്തോട്ട് കയറ്റുക. കയറി. ഓക്കെ, സോറി. അപ്പോ നമ്മൾ ഈ ബ്രൗണി കുട്ടന്മാരെ ഇതിനകത്ത് സ്റ്റാക്ക് ചെയ്യാം. കാഡ്ബറി ബ്രൗണി. 2 more ബ്രൗണി കുട്ടന്മാരുണ്ട്, പക്ഷേ ഇവന്മാർ ഇതിനകത്ത് കയറില്ല. യെസ്, 2 more ബ്രൗണി കുട്ടന്മാരില്ല. പക്ഷേ ഇതിൽ ഇച്ചിരി അനുസരണ കൂടി എന്നെ കാണാൻ. ഓക്കെ, ബ്രൗണി കുട്ടന്മാർ സ്റ്റേ there. കുറച്ച് പെർഫ്യൂംസിന്റെ കളക്ഷൻസ് ആണ്. കോംബോ പെർഫ്യൂംസ്. ഇത്രയുമാണ് പെർഫ്യൂംസ് മൊത്തം. 4, 3, 5. ഇത് മെൻസ് പെർഫ്യൂം. മെൻസ് പെർഫ്യൂമിന് എന്താണ് ഇച്ചിരി സൈസ് കൂടിയത്? ഇവിടെ 4ഉം ഇവിടെ 5ഉം കണ്ടോ, പക്ഷേ ഈക്വൽ ഇൻ ഹൈറ്റ്. ഇവിടെ 5 എണ്ണം ഉണ്ട്. ഓക്കെ, 5, 4, 9, 10, 12 പീസസ് ഓഫ് കോംബോ പെർഫ്യൂംസ് ഉണ്ട്. നമുക്കത് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്യാം. കാരണം ഇവന്മാരെയും കൂടെ ബോക്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്ഥലം കിട്ടാൻ ഇച്ചിരി പ്രയാസം ഉണ്ടായിരിക്കും. നമുക്ക് ഇത് ഒരു കുറവില്ല, ഇവിടെ ഒരു ഹൈറ്റില് അതൊക്കെ ബാലൻസ് ചെയ്യാം. നമ്മുടെ കൈ ഒരുത്തരം. സോ ഇപ്പൊ പെർഫെക്റ്റ് ആയില്ലേ? സോ ഇവന്മാർ ഇങ്ങനെ നമുക്ക് ഇവിടെ തന്നെ പ്ലേസ് ചെയ്തിരിക്കാം. ദെൻ അയ്യോ, ഇവിടെ ഒരു ബോക്സ് ഉണ്ടായിരുന്നല്ലോ, ഇത് ഞാൻ എടുത്തു വെച്ചത് ഞാൻ തന്നെ മറന്നു. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് നമ്മുടെ ഗാലക്സി കുട്ടന്മാരെയും കയറാൻ ഇച്ചിരി പ്രയാസമുള്ള എല്ലാവരെയും കയറ്റി വെക്കാം. ബോൺവില്ലേ ഗാലക്സി ഡാർക്ക്. ഇത് എല്ലാവരുടെയും സങ്കര ഇനം പെട്ടി. നെക്സ്റ്റ് പെട്ടി വ്യൂനോ അവിടെ നമുക്കിതില് ഇതെല്ലാം നമ്മൾ അടുക്കി വെച്ച് കഴിഞ്ഞല്ലോ. ഇത് ഞാൻ എന്റെ സ്വന്തം പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി മേടിച്ചതാണ്. അവൻ എന്നെ ചതിച്ചു. പക്ഷെ ഇവൻ എന്നെ ചതിച്ചു. ഓപ്പൺ ആയി. Can you see what's inside? അനുസരിച്ച് കൂടുതലാണ്. ഇത്രയ്ക്കകത്ത് കയറുണ്ടായിരുന്നു. ഓക്കെ, റോസ്റ്റഡ് ആൽമണ്ട് കവേർഡ് ഇൻ നമ്മുടെ ഡെയറി മിൽക്ക്. ഡെയറി മിൽക്ക് ചോക്ലേറ്റ്. എനിക്ക് ഫ്രൂട്ട് നട്ടിന്റെ ഡെയറി മിൽക്ക് ഫ്ലേവർ ഇഷ്ടമാണ്. അതിൽ ഇടയ്ക്കിടയ്ക്ക് ചോക്ലേറ്റ് കുറച്ച് അധികം വരുമ്പോൾ എനിക്ക് ഡിസ്റ്റർബൻസ് ആണ്. പക്ഷെ എന്നെ പോലെ ഫ്രൂട്ട് നട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എനിക്ക് നട്ട്സ് ഉള്ള ഭാഗം നോക്കി കടിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. സോ നട്ട്സ് ഇഷ്ടപ്പെടുന്ന, ഫ്രൂട്ട് നട്ട് ഫ്ലേവർ ഇഷ്ടപ്പെടുന്ന, നട്ട്സ് ഉള്ള ഭാഗം കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി ഇറക്കിയതാണെന്ന് തോന്നുന്നു ഈ റോസ്റ്റഡ് ആൽമണ്ട് കോട്ടഡ് സംഭവം. ഇത് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ചോക്ലേറ്റും ആവശ്യത്തിനുള്ള നട്ട്സും പോയാൽ എന്നെ പോലത്തെ ആൾക്കാർക്ക് പറ്റുക. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലായിരുന്നു, ഫസ്റ്റ് ടൈം. കൊള്ളാം, ഞാൻ എക്സ്പെക്ട് ചെയ്ത ആ സംഭവം. ഒരു 1 more സാധനം കൂടി ഉണ്ട്, നമുക്ക് അതും കൂടി എടുക്കാം. നട്ട്സ് ആണ്, കാഷ്നട്ട്, പിസ്താഷ്യോ, പിന്നെ കുക്കീസ്, ന്യൂട്ടെല്ല, cocoa powder, essence. അപ്പൊ നമ്മുടെ സ്റ്റോക്സ് എല്ലാം നമ്മളിവിടെ അറേഞ്ച് ചെയ്തു, റീസ്റ്റോക്ക് ചെയ്തു, എല്ലാ ബോക്സസും ഫില്ലാക്കിയിരിക്കുകയാണ്. സോ നാങ്ക റെഡി, നിങ്ങൾക്ക് റെഡിയാ. ഞങ്ങളിവിടെ ഞങ്ങളുടെ പാർട്സ് ഒക്കെ ക്ലിയർ ചെയ്തു. നിങ്ങൾ ഓർഡർ പ്ലേസ് ആക്കും. ഹാമ്പർ നമ്മൾ ക്യൂറേറ്റ് ചെയ്ത് നിങ്ങളുടെ ലൗഡ് വൺസിനെ സർപ്രൈസ് ചെയ്യിക്കാം. സോ വേഗം ഓർഡേഴ്സ് പ്ലേസ് ചെയ്യും. ഞങ്ങളിവിടെ ഓൾ സെറ്റ്. സോ നമ്മുടെ വീഡിയോ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യുവാണ്. പുതിയൊരു വീഡിയോയും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണും വരേക്കും. ബൈ ഫ്രം Hanyata Deus and team.